അന്ന് കേരളത്തിൽ കൊറോണ വൈറസ് പടർന്നു തുടങ്ങിയ കാലമായിരുന്നു. സർക്കാർ ആദ്യമായി ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച അപ്പോഴാണ് ഞാനും എൻ്റെ കുടുംബവും എറണാകുളത്തെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഒരു ഇടവേള കൊടുക്കാമെന്ന് കരുതിയത്. അപ്പോഴാണ് ഞങ്ങൾ നമ്മുടെ തൃശ്ശൂരിലെ വീട്ടിലോട്ടേക്ക് മാറാമെന്ന് തീരുമാനിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. തൃശ്ശൂരിലെ ഒരു ഗ്രാമപ്രദേശത്താണ് നമ്മുടെ ഈ ഒരു വീട് വരുന്നത്. വീടിൻ്റെ അടുത്ത് ഒരു ചെറിയ പുഴയുമുണ്ട്. പണ്ടൊക്കെ ആൾക്കൂട്ടത്തിൻ്റെ ബഹളം കൊണ്ട് നിറഞ്ഞൊരു സ്ഥലമായിരുന്നു. പക്ഷെ നമ്മൾ അവിടെ എത്തിയപ്പോൾ നിശബ്ദതയായിരുന്നു. അവിടെ മുന്നേ താമസിച്ചിരുന്ന ആൾക്കാരൊക്കെ വീട് മാറിപ്പോയി. അങ്ങനെ അന്ന് രാത്രി ഞാനും പിന്നെ എൻ്റെ അനിയന്മാരുമായ ജോണും മൈക്കിളും ബാൽക്കണിയിൽ നിന്നും പുഴ നോക്കിയിരിക്കുകയായിരുന്നു. കുറച്ച് സമയത്തിന് ശേഷം നമ്മൾ ലൂഡോ കളിക്കാൻ വേണ്ടി ആരംഭിച്ചു. കളിയിൽ 4 പേര് ആവശ്യമുണ്ട്. പക്ഷെ നമ്മൾ 3 പേര് മാത്രമാണ് ഉണ്ടായത്. അങ്ങനെ ഞങ്ങൾ കളിക്ക് നമ്മുടെ അച്ഛനെ കൂട്ടുകയാണ്. അങ്ങനെ ഞങ്ങൾ കളിക്കാൻ വേണ്ടി തുടങ്ങി. കുറച്ച് കഴിഞ്ഞ് അമ്മയും നമ്മുടെ കൂടെ കൂടി. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം മൈക്കിൾ ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ ശബ്ദം കുറക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അവനെന്തോ കേൾക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. താഴത്തെ നിലയിൽ നിന്നും ആരുടെയോ കാൽപെരുമാറ്റം അവൻ കേട്ടു. അതിനുശേഷം ഞാനും എൻ്റെ അച്ഛനും ബാൽക്കണിയുടെ സൈഡിൽ നിന്നും നോക്കി. പ്രത്യേകിച്ച് ഒന്നും ഞാൻ കേട്ടില്ല. പക്ഷേ അച്ഛൻ എന്തോ കേട്ടു എന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെ നമ്മൾ 2 പേരും താഴെ ഇറങ്ങിച്ചെന്നു. വീട് ഫുള്ള് നോക്കി. പക്ഷെ ആരെയും കാണുവാൻ വേണ്ടി സാധിച്ചില്ല. അങ്ങനെ ഞങ്ങൾ മുകളിലോട്ടേക്ക് നടന്നു. അവിടെ എത്തിയപ്പോൾ എല്ലാ ആൾക്കാരും പേടിച്ചിരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. കാര്യം അന്വേഷിച്ചപ്പോഴാണ് ജോൺ പറഞ്ഞത്. ഞങ്ങൾ 2 പേരും താഴെ പോയപ്പോൾ നമ്മൾ ആരോ സംസാരിക്കുന്ന ശബ്ദം താഴെ നിന്നും കേട്ടു. 2 പേര് സംസാരിക്കുന്ന ശബ്ദമായിരുന്നു അത്. എല്ലാ ജനാലയും വാതിലുകളിലും ലോക്കിട്ടു. അമ്മയും അച്ഛനും മുകളിലത്തെ നിലയിലെ റൂമിലാണ് കിടന്നത്. ഞാൻ താഴത്തെ നിലയിലും. ഞാൻ ഫോണിൽ ഗെയിം കളിച്ചു. അപ്പോഴാണ് അത് തുടങ്ങിയത്. വാതിലിൽ ആരോ ശക്തമായി മുട്ടുന്നു. അയാൾ നല്ല ശബ്ദത്തിൽ കരയുന്നുണ്ടായിരുന്നു. നമ്മൾ എല്ലാ ആൾക്കാരും ഹാളിലെത്തി. എന്തോ സഹായത്തിന് വണ്ണമായിരുന്നു അയാളുടെ കരച്ചൽ. അപ്പോഴാണ് അവർ ഡോറിൻ്റെ അടുത്തുള്ള കർട്ടൻ പോയിട്ട് അച്ഛൻ മാറ്റുന്നത്. അച്ഛൻ അതിലേക്കൂടെ നോക്കി. മുഖം ഫുള്ള് ചുവന്ന നിറത്തിലുള്ള ആൾ വാതിൽ മുട്ടുകയാണ്. നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. നമ്മൾ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ആ വ്യക്തി പറഞ്ഞു, എനിക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി, ദയവായി എന്നെ അകത്തേക്ക് കയറ്റൂ. പക്ഷെ നമുക്കെന്തോ സംശയം തോന്നി. എന്ത് അപകടമാണ് പറ്റിയെന്ന് എൻ്റെ അച്ഛൻ ചോദിച്ചു. പക്ഷെ അതിന് മറുപടി അയാൾ തന്നില്ല. വീടിൻ്റെ അകത്ത് കയറ്റുമെന്ന് അയാൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. നിങ്ങൾ പോയില്ലെങ്കിൽ പോലീസിനെ വിളിക്കുമെന്ന് എൻ്റെ അച്ഛൻ പറഞ്ഞു. അപ്പോൾ അയാൾ ഒരു ചിരി ചിരിച്ചു. അച്ഛൻ അപ്പോൾ തന്നെ കർട്ടൻ പൂട്ടി. പിന്നെ നമ്മളോട് എല്ലാ ജനാലയും പൂട്ടാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ 1-2 മണിക്കൂർ നമ്മൾ എല്ലാ ആൾക്കാരും ഹാളിൽ തന്നെ ഇരുന്നു. അയാൾ പോയിട്ട് കുറേ സമയമായി. അതുകൊണ്ട് തന്നെ നമ്മൾ പോയി കിടന്നു. ഞാനെൻ്റെ റൂമിൽ തന്നെ ആയിരുന്നു കിടന്നത്, ഒറ്റക്ക്. ഞാൻ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് സമയത്തിന് ശേഷം ഞാൻ എന്തോ കേട്ടു. അതെ, ആരോ നമ്മുടെ വീടിൻ്റെ ജനാലയിലെ ചില്ല് പൊട്ടിച്ച് അകത്ത് കയറിയിരിക്കുന്നു. ആ സമയം ഞാൻ അച്ഛനെ വിളിച്ചു. അച്ഛൻ പറഞ്ഞത് ഞാനും അത് കേട്ടു എന്നായിരുന്നു. അച്ഛൻ എന്നോട് ലോക്ക് ചെയ്ത് അകത്ത് ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ അച്ഛനോടൊരു കാര്യം പറഞ്ഞു. അതായത് ഞാൻ കിടക്കുന്ന ആ ഒരു മുറിയിലെ ഡോറിന് ലോക്കില്ല എന്ന്. അപ്പോൾ അച്ഛൻ പെട്ടെന്ന് എന്നെ ബാത്റൂമിൽ പോയി ലോക്ക് ചെയ്ത് ഇരിക്കുവാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അങ്ങനെ ഞാൻ മെല്ലെ അവിടെ പോയി ഇരുന്നു. അപ്പോൾ ആരോ എൻ്റെ വാതിൽ തുറക്കുന്ന ശബ്ദം ഞാൻ കേട്ടു. ഞാൻ എൻ്റെ ബാത്റൂമിലെ കീഹോളിലേക്കൂടെ പുറത്ത് നോക്കി. ഫുൾ ഇരുട്ടായിരുന്നു. പക്ഷെ ഞാൻ ആ ഒരു വ്യക്തിയെ കണ്ടു. അയാൾ മെല്ലെ എൻ്റെ ബെഡിൽ പോയി ഇരിക്കുകയാണ്. അങ്ങനെ അയാളുടെ ഒരു കാലിലെ ഷൂ എടുത്ത് അത് നിലത്ത് തട്ടുകയാണ്. പക്ഷെ പെട്ടെന്നായിരുന്നു അയാൾ ഞാനിരിക്കുന്ന ബാത്റൂമിലോട്ടേക്ക് നോക്കിയത്. അയാൾ പറയാൻ വേണ്ടി ആരംഭിച്ചു, നീ അവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. പിന്നെ നിങ്ങൾ പോലീസിനെ വിളിച്ചു എന്നും എനിക്കറിയാം. എനിക്കപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. എനിക്ക് 2 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഒന്നെങ്കിൽ അവിടെ തന്നെ ഇരിക്കുക, അല്ലെങ്കിൽ അവിടെ നിന്ന് ഓടുക. അങ്ങനെ ഒരു നിമിഷത്തിൽ ആലോചിച്ച ചിന്തയിൽ ഞാൻ ബാത്റൂമിൻ്റെ ഡോർ തുറന്ന് ഓടുകയാണ്. ഞാൻ വിചാരിച്ചത് അയാൾ എന്നെ ഫോളോ ചെയ്യുമെന്നാണ്. പക്ഷെ അയാൾ ഒന്നും ചെയ്തില്ല. ഞാൻ എനിക്ക് പറ്റുന്ന ശബ്ദത്തിൽ അലറി വിളിച്ചു. എനിക്ക് അത്രത്തോളം ശബ്ദമുണ്ടെന്ന് ഞാൻ അപ്പോഴാണ് അറിഞ്ഞത്. അങ്ങനെ ഞാൻ ഹാളിലെത്തി. എൻ്റെ പാരൻസ് അവിടെ ഉണ്ടായിരുന്നു. ഞാൻ അവരെ പോയി കെട്ടിപ്പിടിച്ചു. എൻ്റെ അനിയന്മാരും അവിടെ. അങ്ങനെ ഞങ്ങൾ വീടിൻ്റെ പുറത്ത് ഓടി. അപ്പോൾ തന്നെ പോലീസ് അവിടെ എത്തിയിരുന്നു. നമ്മൾ അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവരുടെ കൂടെ
വീട് ഫുള്ള് തപ്പി, പക്ഷെ അയാളെ കാണുവാൻ വേണ്ടി സാധിച്ചില്ല. പക്ഷേ കുറച്ചുകൂടെ ഭയപ്പെടുത്തുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാളിലെ ജനാലെ പൊട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ശബ്ദമാണ് കേട്ടത്? പിന്നെ അയാൾ എങ്ങനെയായിരിക്കും അകത്ത് കയറിയിട്ടുണ്ടാവുക? ഈ ഒരു സംഭവം നടന്നിട്ട് 5 വർഷമായി. എന്നിട്ടും ഞാൻ ഈ സംഭവം ഇതുവരെ മറന്നിട്ടില്ല. ആ ഒരു സംഭവത്തിന് ശേഷവും നമ്മൾ ആ ഒരു വീട്ടിൽ നിന്നിട്ടുണ്ട്. അതേപോലൊരു സംഭവം വീണ്ടും നടന്നിട്ടില്ല. പക്ഷെ എനിക്കും എൻ്റെ കുടുംബത്തിനും ഉറപ്പാണ്, അന്ന് നടന്ന സംഭവം നമുക്ക് തോന്നിയതല്ല, അത് നടന്നതാണ്.